Archimedean property, if x belongs to R, if x is a real number, there exists a natural number nx such that x less than or equal to nx. So, നമ്മൾ ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും എക്സിന്റെ റൈറ്റ് സൈഡിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ആ നാച്ചുറൽ നമ്പർ എക്സിന്റെ റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ എൻ എക്സ് എന്ന് വിളിക്കും. നമ്മള് ഏത് വൈ എടുത്താലും അതിന്റെ അപ്പുറത്ത് നമുക്കൊരു എൻ വൈ കാണാൻ പറ്റും. എത്ര ഈ റിയൽ ലൈനിന്റെ എത്ര റൈറ്റ് സൈഡിൽ എത്ര വലിയ റിയൽ നമ്പർ ആണെങ്കിലും ഇത് ശരിയാവും. ഇത് നമ്മള് ഇതിന് നമ്മൾ പ്രൂഫ് പറഞ്ഞു. എങ്ങനെ പ്രൂഫ് പറഞ്ഞത്? നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തു. അസ്യൂം the result is false. നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അസ്യൂം the result is false എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് റിയൽ നമ്പർ എക്സ് കഴിഞ്ഞാലും ഒരു എൻ എക്സ് ഉണ്ട് എന്നുള്ളത് തെറ്റാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സിന് ശേഷം നാച്ചുറൽ നമ്പറേ ഉണ്ടാകാൻ പാടില്ല. ഈ റിസൾട്ട് തെറ്റാവണമെങ്കിൽ എന്താവണം? ഒരു പർട്ടിക്കുലർ എക്സ് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പറും ഇല്ലാതിരിക്കണം. അപ്പോഴേ ഈ റിസൾട്ട് തെറ്റുള്ളൂ. Assume the result is false. So after a particular x, there does not exist any natural number. That is, all natural numbers are to the left of x. All natural numbers are less than or equal to x. So there exists the result is false means n less than or equal to x for every n belongs to n less than or equal to x for every n belongs to n means x is an upper bound. X is an upper bound for the natural number set n. കാരണം എല്ലാ നാച്ചുറൽ നമ്പറിനെക്കാളും വലുതാണ് എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ് എക്സ് എന്ന് കിട്ടും. ദെൻ അങ്ങനെ ആവുമ്പോ നാച്ചുറൽ നമ്പർ സെറ്റ് അപ്പർ ബൗണ്ട് കിട്ടി. നാച്ചുറൽ നമ്പർ സെറ്റ് നോൺ എംപ്റ്റി ആണ് നമുക്കറിയാം. സോ ബൈ സുപ്രീമം പ്രോപ്പർട്ടി or by completeness property, we can say that the set of natural numbers has a supremum. N has a supremum. ഇപ്പൊ എന്നിന്റെ സുപ്രീമം എം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യു ആണ് വിചാരിക്കുക. ആ സുപ്രീമത്തെ നമ്മൾ യു എന്ന് വിളിക്കുക. let u belongs to R be the supremum of the set n. Then u supreme ആണെങ്കിൽ u minus 1 is not an upper bound. കാരണം എന്താണ്? സുപ്രീമത്തിനേക്കാളും ചെറുതൊന്നും അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല. Therefore u minus 1 is not an upper bound for the set of natural numbers. എന്ന് പറഞ്ഞാല് അപ്പർ ബൗണ്ട് ആവില്ല. u minus 1 അപ്പർ ബൗണ്ട് ആവില്ല എന്ന് പറഞ്ഞാല് u minus 1 കഴിഞ്ഞിട്ട് ഒരാളെങ്കിലും സെറ്റിൽ ഉണ്ടാവും. That is, there exists m belongs to n such that u minus 1 less than m. എങ്ങനെ ഇത് കിട്ടി? u minus 1 അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് ആണെന്ന് അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ആരും ഇല്ല എന്നാണ് അർത്ഥം. അപ്പർ ബൗണ്ട് അല്ല പറഞ്ഞാലോ അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ഒരാളെങ്കിലും ബാക്കി ഉണ്ടാവുന്നതാണ്. ആ u minus 1 കഴിഞ്ഞിട്ട് സെറ്റിൽ ഉണ്ടാകാവുന്ന ആളായിട്ട് നമ്മൾ m എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് പറയാം u less than m plus 1. Now what is m? M is a natural number and 1 is a natural number. So m plus 1 is a natural number. അതിന് കാരണം ഇതിന് കാരണം എന്താ പറയാ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ പറയണത് എന്താണ്? ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ്
any natural number belongs to n, n plus 1 belongs to n. Mathematical induction. But m plus 1 is a natural number means m plus 1 is a natural number and u is the supremum of n. U is the supremum of n and സുപ്രീമത്തിനേക്കാളും വലിയ ഒരാൾ ആ സെറ്റിനകത്ത് ഉണ്ടാവുക. This is a contradiction. This is a contradiction. Therefore, our assumption is wrong. Our assumption is wrong. Therefore, there exists nx belongs to n such that x less than or equal to nx. So, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ റിസൾട്ടിന്റെ പ്രൂഫ്. ഇനി നമ്മൾ അതിന്റെ അത് വെച്ചിട്ട് ഒരു കൊറോളറി പറയാണ്. കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. If S equal to set of all 1 by n such that n belongs to n, then infimum S equal to 0. കാണുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് S is the set of 1 by n belongs to n, then infimum of S equal to 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് S ലെ എലമെന്റ്സ് എങ്ങനെ വരിക ഒന്ന് നോക്കുക. S ലെ എലമെന്റ്സ് എങ്ങനെ വരിക? S equal to n ന് 1 കൊടുത്താൽ 1, n ന് 2 കൊടുത്താൽ 1 by 2, n ന് 3 കൊടുത്താൽ 1 by 3, 1 by 4, 1 by 5 അവസാനിക്കുമോ? എല്ലാ നാച്ചുറൽ നമ്പറും കൊടുക്കണം. അപ്പൊ 1 by 100, 1 by 1000, 1 by 1 lakh, 1 by 1 crore, etc. അങ്ങനെ ഈ സെറ്റ് പോവാണില്ല. Now ഈ സെറ്റിന് ഒരു ലോവർ ബൗണ്ട് പറയാൻ കഴിയോ? ഈ സെറ്റിന് ഒരു ലോവർ ബൗണ്ട് പറയാൻ കഴിയോ? ഈ സെറ്റിന് ലോവർ ബൗണ്ട് പറയാൻ കഴിയും. അതിലെ മാക്സിമം നമ്പർ 1 ആണെന്ന് ഉറപ്പാണ്. പിന്നെ കുറഞ്ഞു പോവാണ്. പക്ഷെ ഒരിക്കലും നെഗറ്റീവ് ആവില്ല നമുക്കറിയാം. സോ 0 is a lower bound. 0 is a lower bound. So S is non-empty. S contain 1, S contain 1 by 2, S contain 1 by 3, etc. So S is non-empty and S is bounded below S as a lower bound. So by completeness property, supreme പറഞ്ഞ പോലെ completeness property പ്രകാരം ഈ സെറ്റിനൊരു infimum existing. By completeness property, by completeness property, infimum S exists. ആ infimum എന്തായിരിക്കും? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആ infimum 0 ആണെന്നാണ്. അപ്പോ infimum എന്തായാലും നമുക്ക് ഇതിനൊന്ന് വരഞ്ഞു നോക്കാം. 0, 1, 1 by 2 പറഞ്ഞാൽ ഇവിടെ 1 by 3, 1 by 4, 1 by 5, 1 by 6 ഇങ്ങനെ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് infimum എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ infimum ഇവിടെ എവിടെയോ ആണ്. 0 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 0ന്റെ താഴേക്ക് എന്തായാലും പോരൂല. infimum എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ ഏറ്റവും ലീസ്റ്റ് അപ്പർ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് ഈ സെറ്റിന്റെ. infimum from clearly infimumത്തിനെ കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക? W infimum S
greater than or equal to 0 ആണെന്ന് പറയാൻ പറ്റും. Infimum of S greater than or equal to 0 ആണെന്ന് പറയാൻ പറ്റും. കാരണം സീറോയോ അതിനേക്കാളും വലുതുമാണ്. കാരണം ഈ സെറ്റിലെ എലമെന്റ്സ് ഒക്കെ നോക്കുക, ഇതിന്റെ സെറ്റിലെ എലമെന്റ്സ് ഒക്കെ പോസിറ്റീവ് ആണ്. സെറ്റിലെ എലമെന്റ്സ് ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ ഇൻഫിമം പോസിറ്റീവ് ആൻസർ അതിന് അല്ലെങ്കിൽ സീറോന്റെ അപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. അപ്പൊ ഇൻഫിമം ഓഫ് എസിന് നമ്മൾ W എന്ന് പറയാം. Then W greater than or equal to 0 നമ്പർ എടുക്കുക. Let epsilon greater than 0. നമ്മൾ വേറൊരു വഴി കൂടെയാണ് ശരിക്കും വരുന്നത്. നമ്മൾ ആദ്യം ഒരു പോസിറ്റീവ് നമ്പർ എടുത്ത് എപ്സിലോൺ. Now എപ്സിലോൺ പോസിറ്റീവ് ആണെങ്കിൽ 1/epsilon is a റിയൽ നമ്പർ മാത്രമല്ല, ശരിക്കും പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. 1/epsilon belongs to R. കാരണം ഡിനോമിനേറ്റർ 0 അല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് 1/epsilon കുറിച്ച് ആലോചിക്കാം. We can think of 1/epsilon കാരണം epsilon is strictly positive, it cannot be 0, so reciprocal exists. 1/epsilon is a real number. And by Archimedean property, എന്താണ് Archimedean property വഴി പറയാൻ പറ്റുക? ഈ 1/epsilon is a real number. Archimedean property നോക്കുക. If x is any real number, then there exists a natural number to the right of that. Here 1/epsilon is a real number, so there exists a natural number to the right of that. That is, there exists a natural number n such that n is എങ്ങനെയായിരിക്കും 1/epsilon less than or equal to n, right? Archimedean property പ്രകാരം ഏത് റിയൽ നമ്പറിന്റെ കഴിഞ്ഞിട്ടും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നാണ്. 1/epsilon നമ്മൾ എപ്സിലോൺ ഏതോ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്തു. ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താല് അതിന്റെ റെസിപ്രോക്കൽ റിയൽ നമ്പർ ആയിരിക്കും. By Archimedean property we can say that there exists natural number such that 1/epsilon less than or equal to n. Now രണ്ടാമത്തെ റെസിപ്രോക്കൽ എടുത്ത് എന്താവും? 1/n റെസിപ്രോക്കൽ എടുത്ത ഈ ഭാഗം എപ്സിലോൺ ആവും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n ആവും. അല്ലെങ്കിൽ ഇങ്ങനെ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. Now നമ്മളുടെ ഇതിലേക്ക് വരിക. ഇൻഫിമത്തിന് നമ്മൾ W ആണ് പറഞ്ഞത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു W. എന്താണ് W? W is infimum of this set. W is infimum of this set. അവിടെ നിന്ന് പിന്നെ എപ്സിലോൺ എടുത്ത് നമ്മൾ ഇങ്ങനെ പോവാണ്. ഇനി W greater than or equal to 0 കാരണം infimum of S greater than or equal to 0 അല്ലേ? അത് ക്ലിയർ ആണ്. ഇനി W less than or equal to 1/n കാരണം എന്താണ്? എല്ലാ 1/nകളുടെയും ഇൻഫിമാണ് W. എല്ലാ 1/nകളുടെയും ഇൻഫിമമാണ് W. So 0 less than or equal to W since W greater than or equal to 0. W less than or equal to 1/n since W is the infimum of all 1/n. And 1/n less than or equal to this epsilon. 1/n less than or equal to epsilon. 1/n less than or equal to epsilon. Now നമുക്ക് എന്താ കിട്ടിയത്? 0 less than or equal to W less than or equal to epsilon. Then what is W? W is a fixed number. Or a fixed number 0 to epsilon ഇടയിലാണ്. For any, this is true for any epsilon positive or any epsilon greater than 0. That is W equal to 0. എന്തുകൊണ്ടാണ്? കാരണം 0 less than or equal to A less than epsilon for any epsilon greater than 0 implies A equal to 0. നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്. ഈ റിസൾട്ട് പ്രകാരം W equal to 0.
If t is a positive quantity, there exists nt belongs to n such that 0 less than 1 by nt less than 3. ഇത് വളരെ എളുപ്പമാണ്. കാരണം നമുക്കറിയാം let s equal to 1 by n, n belongs to n, then what is infimum of s? Infimum of s equal to 0. Now t greater than 0, t greater than 0 cannot be a lower bound. കാരണം എന്താണ്? ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് ഇൻഫിമം. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് ഇൻഫിമം അല്ലേ? ഈ സെറ്റിന്റെ ഏറ്റവും സീറോന്റെ അപ്പുറത്തെ സെറ്റിൽ ആരുമില്ല, ഇവിടെ ആരുമില്ല. അപ്പൊ ടി എന്ന് പറഞ്ഞാല് ഇതാണ് സെറ്റിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞതാണ്. ഇതുവരെ ആളുകളുണ്ട്. ഇൻഫിമത്തിനേക്കാളും വലിയൊരു ടി എടുത്താ ഈ ടീന്റെ ബാക്കിൽ സെറ്റിൽ ആളുകൾ ഉണ്ടാവും. ഈ ടീന്റെ ബാക്കിൽ സെറ്റിൽ ആളുണ്ട്. കാരണം ഇൻഫിമം എന്താണ്? ഇൻഫിമത്തിനേക്കാളും വലിയ ഒന്നിനും ലോവർ ബൗണ്ട് ആവാൻ കഴിയില്ല. ഇൻഫിമത്തിനേക്കാളും വലിയ ഒന്നിനും ലോവർ ബൗണ്ട് ആവാൻ കഴിയില്ല. സോ ടി ഗ്രേറ്റർ ദാൻ 0 cannot be a lower bound എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ടീന്റെ ബാക്കിൽ സെറ്റിലെ ആളുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ 1 by nt എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് there exists n, t belongs to n such that 1 by nt less than t. അത് ടീന്റെ ബാക്കിൽ സെറ്റിലെ ആളുകൾ ഉണ്ടാവും. ഈ സെറ്റിലെ ആളുകളുടെ ഫോമാണ് 1 by n കൾ. ഈ സെറ്റിലെ എലമെന്റ്സ് എങ്ങനെ ഉണ്ടാവുക? 1 by 1, 1 by 2, 1 by 3. അപ്പൊ 1 by nt ഫോമിലാണ് ഈ സെറ്റിലെ എലമെന്റ് ഉണ്ടാവുക. അപ്പൊ ഏത് ടീന്റെ ബാക്കിൽ ഒരു 1 by nt ഉണ്ടാവും. ഏത് പോസിറ്റീവ് ആയിട്ടുള്ള ഏത് ആളുടെ ബാക്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. കാരണം ഈ സെറ്റിന്റെ ഇൻഫിമം എവിടെയാണ്? 0 ആണ്. 0 വരെ ഈ സെറ്റിൽ ആൾക്കാരുണ്ട്. അപ്പോ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും ആ പോസിറ്റീവ് നമ്പറിന് ലോവർ ബൗണ്ട് ആവാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ബാക്കിൽ സെറ്റിൽ എലമെന്റ്സ് ഉണ്ടാവും. ആ എലമെന്റിനെയാണ് നമ്മൾ 1 by nt എന്ന് പറയുന്നത്. So 1 by nt greater less than t and 0 is the lower bound. 0 is the infimum. 0 is the infimum. 0 is the infimum of the set. So 0 less than 1 by nt less than 0 is the infimum of the set. So ഇതാണ് ഒരു കൊറോളറിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതാണ് നമ്മുടെ കൊറോളറി. If y is a positive real number, there exists ny belongs to n such that ny minus 1 less than or equal y less than or equal strictly less than ny. എന്ന് പറഞ്ഞാല് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറിനെയും നമുക്ക് രണ്ട് നാച്ചുറൽ നമ്പറിന്റെ അടുപ്പിച്ചുള്ള രണ്ട് നാച്ചുറൽ നമ്പറിന്റെ ഇടയിലാക്കാൻ പറ്റും. ഏതൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് ഒന്ന് കുറച്ചത് ny-യിൽ നിന്ന് ഒന്ന് കുറച്ചത് ny-ക്കും ഇടയിലായിരിക്കും എല്ലാ പോസിറ്റീവ് വൈകളും എന്നാണ്. അങ്ങനത്തെ ഒരു ny നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഈ കൊറോളറി പറയുന്നത്. ഇപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മള് ആദ്യം ഒരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് സെറ്റ് ഈസ് ey. We construct a set ey. ey എവിടുന്ന് വന്നു? ey മാത്തമാറ്റിക്സില് പ്രൂഫിന്റെ ഒരു മെത്തേഡാണ് കൺസ്ട്രക്ഷൻ പ്രൂഫ്. അപ്പൊ നമ്മള് കൺസ്ട്രക്ട് ചെയ്യാണ്. നേരത്തെ എപ്സിലോൺ ഉണ്ടാക്കിയെടുത്ത പോലെ ey എന്നുള്ള ഒരു സാധനത്തെ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്. ey എന്നുള്ള സെറ്റ് എല്ലാ നാച്ചുറൽ നമ്പറുകളും yന്റെ ബാക്കിലുള്ള y-നേക്കാളും വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോ y എന്നുള്ള
നമ്മള് y എന്നുള്ള റിയൽ നമ്പർ ആണ്, പോസിറ്റീവ് റിയൽ നമ്പർ ആണ്, 0 കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് y. yന്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ നാച്ചുറൽ നമ്പറുകളും ഇതിന്റെ സെറ്റ് ആണ് ey. What is ey? Ey is the set of all natural numbers to the right of y. Now ey is a subset of natural numbers. Ey is a subset of natural numbers and ey is non-empty. Ey is non-empty. y കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുക, ആ സെറ്റിനാണ് നമ്മൾ ey എന്ന് പറയുന്നത്. ey is the set of all natural numbers to the right of y. അപ്പൊ യിൽ ഒരാളെങ്കിലും ഉണ്ടാവും, കാരണം ഏത് റിയൽ നമ്പർ ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ എങ്കിലും ഉണ്ടെന്ന് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട്. ey is non-empty. ey is non-empty by ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം ey non-empty ആണ്. ey non-empty ആണ്. ഇനി നമുക്ക് നാച്ചുറൽ നമ്പർ ey is a subset of natural numbers also. ey is a subset of natural numbers. ey എന്ന് പറഞ്ഞാല് ഇതിന്റെ റൈറ്റ് സൈഡിലെ റിയൽ നമ്പേഴ്സ് അല്ല, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. What is well ordering property? It is well ordering property. Every subset of natural numbers, every non-empty subset of natural numbers has a least element. But non-empty ആയിട്ടുള്ള natural number ഒരു subset ആണ് ey. So ey has a least element. But least element of ey is taken to be ny. യിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ ny ചൂസ് ചെയ്തു. യിലെ ലീസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ ny ചൂസ് ചെയ്തു. Then ny minus 1 does not belongs to ey. കാരണം യിലെ ഏറ്റവും ചെറിയ ആളാരാണ്? യിലെ ഏറ്റവും ചെറിയ ആളാരാണ്? ny ആണ്. ey has a least element ny. Then ey has a least element. A least element നമ്മൾ ny എന്ന് പേരെടുത്തു. ey has a least element എന്ന് പറഞ്ഞു, ആ least element നമ്മൾ ny എന്ന് പേരെടുത്തു. Then ny minus 1 does not belongs to ey. ny minus 1 ey ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം, ey എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതിൽ ഏറ്റവും ചെറിയ ആളാണ് ny. ny minus 1 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ പുറത്തായിരിക്കും, ഈ സെറ്റിന്റെ പുറത്തായിരിക്കും എന്ന് പറഞ്ഞാൽ yന്റെ ലെഫ്റ്റിലായിരിക്കും. സോ ny minus 1 less than or equal to y. കാരണം യിലുള്ള എലമെന്റ് ഒക്കെ yന്റെ റൈറ്റ് സൈഡിലാണ്. ഈ സെറ്റിൽ ഇല്ലാത്ത നാച്ചുറൽ നമ്പർ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇതിന്റെ ലെഫ്റ്റിലുണ്ടാവും. അപ്പൊ ny minus 1 less than or equal to y എന്ന് പറയും. ഇനി y കഴിഞ്ഞിട്ടുള്ള ആളാണ് ny. ഈ സെറ്റിലെ എലമെന്റ് ആണ് ny. ny ഈ സെറ്റിലെ എലമെന്റ് ആണ്. ഈ സെറ്റിലെ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഈ സെറ്റിൽ m ഉണ്ടെങ്കിൽ y less than m ആയിരിക്കും. ഈ സെറ്റിൽ ny ഉള്ളതുകൊണ്ട് y less than ny ആയിരിക്കും. ഈ സെറ്റിലെ ey യുടെ ലീസ്റ്റ് എലമെന്റ് ആയിട്ട് ny എടുത്താല് ny minus 1 ഒരിക്കലും ey ഉണ്ടാവില്ല, കാരണം ലീസ്റ്റ് എലമെന്റിനെക്കാളും കുറഞ്ഞ സെറ്റിൽ ഉണ്ടാവില്ലോ. അപ്പൊ ny minus 1 less than or equal to y എന്ന് കിട്ടും. ny ഈ സെറ്റിനകത്തായതുകൊണ്ട് y less than ny എന്ന് കിട്ടും.